ധനമന്ത്രിയുടെ ഈ പ്രസംഗം, ബഡ്ജറ്റ് പ്രസംഗം നടക്കുമ്പോൾ പല ഘട്ടങ്ങളിലും കേരളത്തിലെ എംപിമാർ കേരളം കേരളം എന്ന് ഉറച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് എംപിമാരുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഈ ഒരു അത്തരത്തിലുള്ള ഒരു പ്രതികരണവും പ്രതിഷേധവും ഒക്കെ പാർലമെന്റിൽ വേദിയാകുകയും ഒക്കെ ചെയ്തിരുന്നു. രതീഷ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഈ ബ്രിട്ടാസുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ കുറിച്ചൊന്ന് പറയുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പാർലമെന്റ് വളപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ തനിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, മണ്ണാങ്കട്ട മാത്രമാണ് കിട്ടിയതെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ ഈ പ്രതിപക്ഷ എംപിമാരുമായിട്ടൊക്കെ, കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ആന്റണി കോൺഗ്രസിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ബ്രിട്ടാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇതാ കോൺഗ്രസിന്റെ പ്രതികരണം. ഫസ്റ്റ് ബഡ്ജറ്റിന്റെ 9ാമത്തെ എഡിഷൻ മാത്രമാണ്. കുറേ സ്ലോഗൻസും കുറേ വാഗ്ദാനങ്ങളും നൽകുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിലില്ല. ഇന്ന് രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. 2 പേരിൽ ഒരാൾ അൺഎംപ്ലോയിഡാണ്. അൺഎംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് ഒന്നും അത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നുമില്ല. കാർഷിക മേഖലയുടെ വളർച്ച ഇന്ന് കീഴ്പോട്ടാകുകയും ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം കുറയുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2047 വികസിത ഭാരതം, സമ്പൂർണ്ണമായ വികസിത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ളൊരു ക്ലിയറായിട്ടുള്ള ഒരു വിഷനും അതിലിവിടെ സൂചിപ്പിക്കുന്നില്ല. അതുപോലെ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് ഇത് ഗ്രാമീണ മേഖലയിലും അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അർബൻ മേഖലയിലുമുണ്ട്. ഈ 2 മേഖലയിലുമുള്ള ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽ, സാധാരണ കുടുംബങ്ങളിൽ, ദരിദ്ര കുടുംബങ്ങളിൽ അവർക്ക് തൊഴിൽ നൽകിയിരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. കാരണം ഇപ്പോൾ 100% കേന്ദ്ര ഫണ്ടോടുകൂടി നടത്തുകൊണ്ടിരുന്ന ആ പദ്ധതി 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ഈ 40% എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. കേരളം പോലുള്ള ഏറ്റവും ചെറിയൊരു സംസ്ഥാനത്ത് പോലും 2500-3000 കോടി ഉറുപ്പിക സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അതിൽ 100 ഉറുപ്പിക പോലും കണ്ടെത്താൻ ശേഷിയില്ലാത്ത സംസ്ഥാന ഗവൺമെൻറ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ പദ്ധതി നിലയ്ക്കാണ് വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ 40% കണ്ടെത്താൻ കേരളത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ കൂലി വർധനവും കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാക്കേണ്ടതിന് പകരം പൊതുവായി കിട്ടിയിരുന്ന ഈ അവസരങ്ങൾ പോലും ഇല്ലെന്നാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വികസിത ഭാരതം എന്ന് പറയുന്നത് കർഷകരുടെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാത്രമേ വികസിത ഭാരതം നടക്കൂ. അപ്പോൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ കാർഷിക കടങ്ങൾ 1 ഉറുപ്പിക പോലും എഴുതിത്തള്ളിയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നത് 9,90,000 കോടി ഉറുപ്പിക സമ്പന്നന്മാരുടെ കിട്ടാക്കടം എഴുതിത്തള്ളി, വൻകിട കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ സമ്പന്നന്മാരുടെ കടം എഴുതിത്തള്ളിയപ്പോൾ ഒരു 100 ഉറുപ്പിക പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു മനോഭാവവും കാണിച്ചില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ ചൂണ്ടുപലകയാണ്. അതുപോലെ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, കാർഷിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് കൃഷിക്കാരെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്? ഏതെങ്കിലും ഒരു കാർഷികോൽപ്പന്നത്തിന് വില തകർച്ച ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസാണ്. അതുകൊണ്ട് അവരെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ, കൃഷിയിൽ പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന MSPയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം.